പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ 28 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ അങ്ങനെ മക്കളെ ആസ്വദിക്കുന്ന ലോകം മുഴുവനുള്ള മക്കൾ ഈ സമയത്ത് കർത്താവേ, ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണിച്ചേ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ, അവർക്ക് ഓരോ രേഖകളുമായിട്ട് പോകാൻ, അവർക്ക് ഓരോ അവരുടെ യാത്ര പുറപ്പെടാൻ, അവരുടെ വാഹനങ്ങളിൽ പോകാൻ. ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവെ നിനക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെടുന്നവരുണ്ട് ചില കാര്യങ്ങൾ ഓർത്ത്, ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്.
ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സ് ഇപ്പം തന്നെ ഭയപ്പെടുന്നവരുണ്ട്. കർത്താവേ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഐ കം വിത്ത് യു വെയറെവർ യു ഗോ എന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി ഇന്ന് തിരിച്ചു വരുമ്പോൾ അവർ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എല്ലായിടത്തും വിജയമുണ്ടായി തിരിച്ചു വരാൻ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ, നിൻ്റെ അമ്മ മധ്യസ്ഥ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമം തന്നെ ഞാൻ ആശീർവദിച്ച് അയക്കുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളിപ്പോൾ ഓൺലൈനിലെ ആൾക്കാർ ഒത്തിരി സാധനം മേടിക്കും. ഞാനും കുറേ മേടിക്കുന്നുണ്ട്. ഞാൻ മേടിക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ വിത്തുകളൊക്കെ ഞാൻ മേടിക്കണത്. ഇപ്പം കുറേ ചെടിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ബുക്ക് ചെയ്താൽ നമ്മുടെ ഇവിടെയൊക്കെ ഇല്ലാത്ത ചെടികൾ കാണുമ്പോൾ അതിൻ്റെ കുരുക്ക്, അതിൻ്റെ വിത്തൊക്കെ വാങ്ങിക്കും ഓൺലൈനിൽ. ഈ ഓൺലൈനിൽ മാത്രം പർച്ചേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ബനിയൻ, ഷൂസ്, അതെല്ലാം സാധനം ഓൺലൈനിൽ മേടിക്കത്തുള്ളവർ. അപ്പോൾ അതിന് അവർക്ക് ഇത് നല്ല മരിങ്ങാണ്. അവർ ഓഫറുള്ള സമയം അറിയാം. അവർ ചില ആൾക്കാർ രാത്രി 12 മണിക്കൊക്കെ ഓഫർ അനൗൺസ് ചെയ്യും. തിരുവോണത്തിനും ക്രിസ്മസിനുമൊക്കെ ഒരു ദിവസം ഇന്ന് രാത്രി 1 മണിക്കൂർ ഓഫറുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ഉറക്കം നിന്നിട്ട് ചിലപ്പോൾ 900 രൂപയുടെ ഷർട്ട് ചിലപ്പോൾ അവർ 90 രൂപയ്ക്ക് മേടിക്കും. ഓഫറാണത്. അപ്പോൾ നമുക്ക് സ്ഥാപന ജൈവ വസ്തുക്കളൊക്കെ വാങ്ങിക്കുന്നതിന് നമ്മൾ എന്തുമാത്രമാണ് ഓഫർ നോക്കണത്, പിച്ചിലൻ്റായിട്ട് ഷാർപ്പോട് കൂടി. പക്ഷെ കർത്താവ് നമുക്ക് എന്തുമാത്രം ഓഫർ തന്നിട്ടുണ്ടെന്നറിയാവോ? ഈ ഈഗർനെസ് നമ്മൾ കർത്താവ് നൽകിയ ഓഫർ. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞേക്കാൻ നിങ്ങൾ ഓർക്കണില്ലേ? ഞാൻ നിൻ്റെ മുഖത്ത് അപ്പോൾ സങ്കീർത്തനം 32:8 എന്താ പറയുന്നത്? ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കും. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉപദേശമല്ലേ വേണ്ടത്. ഈ ആൾക്കാരെല്ലാം തെറ്റിപ്പോണ അങ്ങോട്ട് നമുക്ക് നേരെ പോണതിന് പകരം നമ്മൾ വേറെ വഴിക്ക് പോയാൽ വല്ലയിടത്തും എത്തുക. ഉപദേശം പ്രധാനപ്പെട്ടതാണ്. നീ എന്നെ ഉപദേശിക്കേണ്ടതൊക്കെ പറയണില്ല, മണ്ടത്തരമാണ്. ആൾക്കാർക്ക് ഏറ്റവും പ്രഷ്യസ് ഉപദേശമാണ് വേണ്ടത്. അപ്പം എന്താണ് കാര്യം? നീ നടക്കേണ്ട വഴിയാണ്. യോഹന്നാൻ 16:14 വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അത് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അത് ഓഫറാണത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കർത്താവ് സൂചന തരും. അതിനകത്താന്നും പറഞ്ഞ് ഞങ്ങൾ കൈ നീട്ടി ചെല്ലരുത്. കർത്താവിന് തോന്നണം നിനക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയ ആളാണെന്ന്. പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല, പക്ഷേ എല്ലാം ലളിതമല്ലെന്ന്. എന്താ കാര്യം? നമ്മളതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ആ പ്രോസസ്സിലൂടെ പോകണം. ഇപ്പോൾ ഈശ്വരനെ തന്നെ ആ പ്രോസസ്സിലൂടെയല്ല കൊണ്ടുപോയത്. അനുഭവിലൊക്കെ വിട്ട് പരീക്ഷിച്ചൊക്കെ എടുത്തിട്ടാണ് പ്രോസസ്സിലൂടെയാണ് വരത്തുള്ളത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് കുറേ പ്രലോഭനങ്ങൾ ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മളുണ്ടാക്കണമല്ല, കുറച്ച് ദൈവം തന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കും. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ വിഷയം വെച്ചാൽ വിശ്വസ്തതയാണ്. ഇപ്പം എൻ്റെ നിർമ്മലം എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ ആ ടെസ്റ്റുകളെല്ലാം പാസ്സായി ഈസിയാണ്, എല്ലാം ഈസിയാണ്. ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ മനുഷ്യന്മാരെപ്പോലെ തന്നെ നമ്മൾ കാറുകയും പോവുകയും ചെയ്തെടുക്കും. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഇല്ലേ, കടലോരത്തെ ആൾക്കാരൊക്കെ, കടലോരത്ത് ഇപ്പോൾ ജീവിക്കുന്ന ആൾക്കാരൊക്കെ മരിപ്പൊക്കെ വരികയാണെങ്കിൽ അവർ ഞങ്ങളുടെ ആൾക്കാർ സ്വരത്ത് നിലവിളിക്കും. സ്വരത്ത് നിലവിളിക്കല്ലേ? നിലവിളിച്ചില്ലെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുള്ളതായിട്ട് ആൾക്കാർ തോന്നും. അപ്പം അവൻ നിലവിളിക്കേണ്ടതാണെന്നുള്ള ആ ഇമോഷണൽ സെറ്റപ്പിൽ. പക്ഷേ വേറെ ചില സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മരിപ്പ് എത്ര ഇൻറ്റിമസി ഉള്ളവർ നിലവിളിക്കാൻ നമ്മൾ കാണത്തില്ല. അതെന്താ സംഭവം? ദുഃഖമില്ലാത്തതാണ് അവർക്ക്. കഠോരമായ ദുഃഖം ഉണ്ടാകും ചിലപ്പോൾ. പക്ഷെ അവർ നിലവിളിച്ച് അങ്ങനെ ശീലിച്ചിട്ടില്ല. നിലവിളി ആരും പ്രതീക്ഷിക്കണില്ല.
സമൂഹം ആ നിലവിളി പ്രതീക്ഷിക്കണില്ല. അവരുടെ ആ സമൂഹം ആ നിലവിളി പ്രതീക്ഷിക്കണില്ല. അതുകൊണ്ട് അവർ ഏങ്ങൾക്ക് ഇങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്ത് ഒക്കെ ഇങ്ങനെ നിൽക്കുക, ഏങ്ങലടിച്ചൊക്കെ നിൽക്കുകയുള്ളൂ. അങ്ങനെ കാർക്കുപി നിലവിളിക്കത്തില്ല. ചില സ്ഥലങ്ങളിൽ നിലവിളി പ്രതീക്ഷിക്കുന്നുണ്ട് സമൂഹം. അപ്പോൾ അവർ ലാവിഷായിട്ട് നിലവിളിക്കോളാം. അപ്പം ഞാനിങ്ങനെ ആരെ ആക്ഷേപം സംസാരിക്കുകയല്ല, ഓരോ രീതിയിലാണ് ഓരോ ആൾക്കാരെയും വിഷയത്തിൽ വരുന്നത്. ഇത് തന്നെ ആധ്യാത്മികതയിലും അതുപോലെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവമായിട്ടുള്ള ഡീലിങ്സിൽ പലപ്പോഴും ചില ആൾക്കാർ, ഞാനെപ്പോഴും ഈ പരിശുദ്ധ അമ്മേനെയാണ് അമ്മ എന്ത് ചെയ്യുന്നതെന്ന് നോക്കത്തുള്ളൂ. അമ്മയുടെ ഏറ്റവും വലിയ സംഭവം വെച്ചാൽ അമ്മ ഇങ്ങനെ, അമ്മയും ഈശോയും ഒരേ ടൈപ്പാണ്. എന്താ, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തനായിരുന്നു. രോമം കത്തിക്കുന്ന ശാന്തനായി നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ ആ മൂകനായിരുന്നൊക്കെ പറയുമ്പോൾ വിഷയത്തിൽ ഒരു ഇമോഷണൽ ലെവല് കൺട്രോൾഡാണ് ശരിക്കും പറഞ്ഞത്. ചില സ്ഥലത്ത് ഇമോഷണൽ ലെവല് അത്ര കൺട്രോൾഡല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് സർക്കംസ്റ്റൻസ് അനുസരിച്ചാണ്. ഇപ്പോൾ മാതാവാണെങ്കിൽ ഹൃദയത്തിൽ ഭയങ്കര വിഷമം ഉണ്ടാകുന്ന സമയത്തായാലും ഹൃദയത്തിൽ സംഗ്രഹിച്ച് കളയാതെ അതിൻ്റെ സൗണ്ട് ഇപ്പോൾ സൈലൻസർ വെച്ച് കളയും. ഇപ്പോൾ ചില വണ്ടിയില്ലേ, ചില പോലീസ് വണ്ടിക്കൊക്കെ ഭയങ്കര സ്വരം, പക്ഷെ അത് വന്നെ അറിയത്തില്ല. അതേസമയം എന്താ ചില പിള്ളേർ സൈലൻസറെ ബേഡ് കുത്തി കയറ്റി ഭയങ്കര സ്വരം ഇട്ടിട്ട് പോകണം കാണാം. അപ്പം അത് വെച്ചാൽ അത് അവരുടെ ഒരു രീതിയാണത്, ഓരോരുത്തരുടെ രീതിയാണത് അത് വരണത്. ഞാനെന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവഭാഗത്തുനിന്ന് നമ്മൾ കാണിക്കേണ്ട ഒരു ഇമോഷണൽ മച്യൂരിറ്റി ഉണ്ട് ചില വിഷയത്തിൽ. ഇമോഷണൽ മച്യൂരിറ്റി, ആ ഇമോഷണൽ മച്യൂരിറ്റി ഇപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചു കഴിയുമ്പോൾ റാഷായിട്ടൊക്കെ ഇടപെടത്തില്ലേ. അപ്പം അത് ജില്ലയ്ക്ക്, മലയാളത്തിൽ തന്നെ ജില്ലകൾ തോറും ഇമോഷണൽ മച്യൂരിറ്റിയുടെ വ്യത്യാസം, ഒരു ഇക്യു എന്നൊക്കെ പറയുന്ന ഇമോഷണൽ കോൺഷ്യസ് ഒക്കെ വ്യത്യാസമുണ്ട് ഭയങ്കര. ചില സ്ഥലങ്ങളിൽ വളരെ ശാന്തമായിട്ട് സംസാരിക്കത്തുള്ളൂ. ചില ആൾക്കാർ നിസ്സാര കാര്യം പോലും അലറിക്കൂവിയെ സംസാരിക്കത്തുള്ളൂ. ഓരോരുത്തരുടെ രീതികളാണ്. അപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് പലപ്പോഴും അലറിക്കൂവി നിലവിളിച്ചിട്ട് എന്നെക്കാളുപരി ശാന്തത കീപ്പ് ചെയ്യുന്നതാണ് നൊബിലിറ്റി എന്ന് പറയണത്. ശാന്തത കീപ്പ് ചെയ്യുന്ന നൊബിലിറ്റി എന്ന് പറയണത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്മിസീവുമായി ദൈവഹിതത്തിന് നമ്മൾ ശാന്തമായി സബ്മിസീവായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും നമ്മൾ ദൈവത്തെ ചോദിക്കാൻ പറ്റാത്ത ചോദ്യമാണ്, എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്? അവർ നിന്നെ അറിയാത്തവരൊക്കെ അങ്ങനെ അവർക്കൊക്കെ വലിയ മെച്ചമാണ് ഇട്ടാണ് ജീവിക്കണത്, എന്നോട് മാത്രം എന്താ ഇങ്ങനെ ചെയ്യണത്? ഇനി ഞാനോട് ദൈവത്തിന് വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ. അറിവുകേട് കൊണ്ട് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുമെന്ന് പറഞ്ഞാലും ദൈവം ക്ഷമിക്കും. പ്രശ്നം ഉണ്ടാക്കി എന്തിനാണ് ക്ഷമ മേടിക്കണത്? മനസ്സിലായില്ലേ? എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കി ക്ഷമ മേടിക്കണത്? അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ലല്ലോ. ഇപ്പം നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാതെ ഇരിക്കണമല്ല പ്രശ്നം, ദൈവത്തെ പല കാര്യങ്ങൾക്കും അവിശ്വസിക്കുന്നതാണ് ഈ പ്രശ്നം. ഓ, ദൈവം അങ്ങനെ ചെയ്യുക, ചെയ്തില്ലേ നമ്മൾ വെള്ളം കുടിക്കുമല്ല. അതാ ആൾക്കാർക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വാസത്തിലെടുക്കത്തില്ല. ദൈവത്തെ എടുക്കാൻ വരുമ്പോൾ എന്താ പറഞ്ഞാൽ ഈ പൗലോസ് പറഞ്ഞിട്ടില്ലേ, സ്നേഹമെല്ലാം വിശ്വസിക്കണമെന്ന്. അപ്പം നീ ദൈവത്തെ അവിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെയും നീ വേണ്ട വിധത്തിൽ മാനിക്കണില്ല എന്നുള്ള രീതി വരും. അപ്പം അതുകൊണ്ട് എന്ത് വിഷയം ഉണ്ടായാലും ദൈവമായിട്ട് വേണം അതിനെ ടാലിയാക്കാൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങളും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു റിലേഷൻ്റെ ബേസിൽ നമ്മൾ വിലയിരുത്തണില്ല. അത് നമ്മുടെ വിഷയത്തിലാണ് വിലയിരുത്തുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ബ്രാൻഡഡ് ഡൗണായി മാറും ഇത് വരുന്നത്. ഇപ്പം ഇൻറ്റിമസിക്ക് പ്രാധാന്യം കൊടുക്കണം. ഓരോ വിഷയവും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ദൈവഹിതമായി ജീവിക്കുമ്പോൾ ടൈറ്റ് ഇൻറ്റിമസിയിലേക്കാണ് വരണത്. അതാണ് ഈശോ പറയണത്, എനിക്ക് നിങ്ങളെ അറിയാമെന്നൊക്കെ പറയത്തില്ലേ, മോസസിനോടൊക്കെ പറയുന്നില്ലേ. അത് ഭയങ്കര വാക്കാണേ. പുറപ്പാട് 33:17 കർത്താവ് മോശയോട് പറഞ്ഞു,
കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. അതാണ് സംഭവം. ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം. അത് ഒറ്റ അറിവ് കൊണ്ട് വന്നതല്ല. കോഴ്സ് ഓഫ് ടൈം ജീവിക്കുമ്പോൾ ടോട്ടൽ അസസ്മെൻറ്റിൽ നിന്നാണ് വരണത്. എനിക്ക് നിന്നെ നന്നായി അറിയാം എന്ന് പറയണത്. അപ്പോൾ അതിനകത്ത് ടോട്ടൽ അസസ്മെൻ്റ് നടക്കുന്നുണ്ടെന്നല്ലേ, ഓരോ വിഷയത്തിലൂടെയും വിലയിരുത്തൽ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദൈവത്തിരുസന്നിധി വിവേകത്തോടെ ആണ് നമ്മൾ പെരുമാറേണ്ടത്. ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ 10-30 വയസ്സ് കഴിഞ്ഞാലൊക്കെ ദൈവത്തിൻ്റെ ഇൻറ്റിമസിയിലേക്ക് വരണം. നിങ്ങൾ ഒരു 30 വയസ്സൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിരുസന്നിധിയിൽ പക്വതയുള്ള പൗരനായിട്ട് വരണം. 30 വയസ്സാണ്. അതിനുള്ളിൽ നീ ഇതേ ലെവലിൽ വരാൻ നോക്കണം. കർത്താവ് പരസ്യജീവിതം തുടങ്ങേണ്ടതും ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയൊക്കെ 30 വയസ്സിലല്ലേ. 30 വയസ്സ് വരെയുള്ള കാലഘട്ടം കഴിയുമ്പോൾ പിന്നെ ഈ ഇൻറ്റിമസിയുടെ ടൈമാണത്. അപ്പോൾ അതൊന്ന് എല്ലാ കാര്യവും ഇൻറ്റിമസി വർക്ക് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും അതിനുവേണ്ടി അതിൽ വളരാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.